സുഹൃത്തുക്കളെ, ഷിരൂരിലെ അർജുന്റെ വിഷയത്തിനും അതിനുശേഷം പിന്നീട് നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിനൊക്കെ ശേഷം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ട് 2 ദിവസമായിട്ട് പറയാൻ പറ്റില്ല, ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. 2 ദിവസമായിട്ട് ഞാൻ പുറകെ കൂടിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ കലാപങ്ങളും അതേപോലെ തന്നെ ബംഗ്ലാദേശിലെ പട്ടാള അട്ടിമറിയും അതോടൊപ്പം തന്നെ UK നടക്കുന്ന സംഭവ വികാസങ്ങളും. കാരണം അതിന്റെ ഏറ്റവും വലിയ ഇരകൾ ബംഗ്ലാദേശിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ വല്ലാതെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. ആകെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിന്റെ വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തി കണ്ട് അടയ്ക്കാന്നേ ഉള്ളൂ. മമതാ ബാനർജി ഇവരെല്ലാം കൊണ്ടൊന്ന് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുക. അത് തീവ്രവാദികളെ അതിന് സമ്മതിക്കാതെ അവിടെ നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ നല്ല. കാരണം പാകിസ്ഥാന്റെ അതിർത്തി എങ്ങനെയാണോ ചൈനയുടെ അതിർത്തി എങ്ങനെയാണോ നമ്മൾ കാക്കുന്നത്, അതേപോലെ വളരെ റിജിഡായിട്ടുള്ള രീതിയിൽ BSF നിരത്തുക, ആർമിയെ നിരത്തുക എന്നുള്ളതാണ്. ബംഗ്ലാദേശിന്റെ അതിർത്തിയുടെ എല്ലാ മുക്കിലും മൂലയിലും ഇന്ത്യൻ സൈന്യത്തെ അണിനിരത്തുക എന്നുള്ളതാണ്. അവിടുന്ന് ഒരാൾ പോലും നുഴഞ്ഞു കയറാനുള്ള അവസരം ഉണ്ടാക്കുക. പാകിസ്ഥാനൊന്നും ചൈനയും നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നില്ലല്ലോ. നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിന്നിട്ടുള്ളത് നമ്മുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയും നമ്മുടെ പ്രതിരോധ വകുപ്പും നിന്നിട്ടുള്ളത് കാലാകാലങ്ങളായിട്ട്. നമ്മൾ നേപ്പാളിനോട് അങ്ങനെ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്, ഭൂട്ടാനോട് അങ്ങനെ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ മ്യാൻമാറിനോടൊന്നില്ല. കാരണം അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മണിപ്പൂരിലെ വിഷയങ്ങൾക്കകത്തുമൊക്കെ മ്യാൻമാറിന്റെയും മറ്റുള്ള പല രാജ്യങ്ങളുടെയും കടന്നുകയറ്റമുണ്ട് എന്നുള്ളത് നമുക്ക് സംശയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അത്രയും ഫ്ലെക്സിബിൾ അല്ല. തോന്നുന്ന പോലെ ആൾക്കാരെ കയറ്റി വിട്ടില്ല. നേപ്പാളുമായിട്ടുള്ള അതിർത്തിയും ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തിയും വളരെ സുതാര്യമായി നിൽക്കുകയും വളരെ ഈസി ആക്സസബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തിയത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി അവിടെ നിന്നുള്ള ഈ ക്രിമിനൽസിനെ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ആധാർ കാർഡ് കൊടുക്കുകയും ബാക്കിയുള്ളതൊക്കെ ചെയ്യുകയും വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർക്കുകയും എല്ലാം ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സർവ്വ മിഷനറി ഉപയോഗിച്ച് അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു. അവർക്ക് ഫ്ളാറ്റുകൾ പണിത് കൊടുത്തു, അവർക്ക് വീടുകൾ പണിത് കൊടുത്തു, അവരുടെ കുട്ടികൾക്ക് സ്വതന്ത്രമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത്. രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്നുള്ള തിരിച്ചറിവൊന്നും മമതാ ബാനർജിക്ക് ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ രാജ്യത്തിന്റെ സുരക്ഷ എന്ത് എനിക്ക് ഭരിക്കണം, അത് എനിക്ക് കുറെ കാലം ഭരിക്കണം. അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ തല്ലി കൊല്ലുക, അവിടെ കോൺഗ്രസ്സുകാരെ തല്ലിക്കൊല്ലുക, BJP-ക്കാരെ തല്ലിക്കൊല്ലുക. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ ഇവന്മാർ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ആണെങ്കിലും സീതാറാം യെച്ചൂരി ആണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും ബാക്കിയുള്ള ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അവിടെ CPM-കാരെ തല്ലിക്കൊല്ലുക. ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ കാരണത്തിന് 2 ഇടിച്ചിട്ട് വിടും. ലോക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ കൈ തല്ലി പിടിക്കും. ഏരിയ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ 2 കൈയും തല്ലി പിടിക്കും. ജില്ലാ സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ 2 കൈയും 2 കാലും തല്ലി പിടിക്കും. സംസ്ഥാന സെക്രട്ടറി ആണെന്ന് പറഞ്ഞാൽ തടിച്ചു കൊല്ലും. എത്ര പേര് അക്രമത്തിനറിയായി. ഇന്ന് സഖാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ മരിച്ചു. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നല്ല സഖാവായിരുന്നു, നല്ല കമ്മ്യൂണിസ്റ്റാണ്. ചങ്കിൽ തട്ടി പറയുകയാണ്. എനിക്കിപ്പോൾ ഞാൻ സഖാവാന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ CPM-നകത്തുള്ള എത്ര എണ്ണത്തിന് ഞാൻ സഖാവാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ആത്മബോധത്തോടെ പറയാൻ കഴിയും. പാവപ്പെട്ട സംരക്ഷിക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരന് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളതാണ്. ചൂഷണത്തിന് പീഡനത്തിന് ഇരയാവുന്ന മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. നമ്മളൊരു മനുഷ്യന്റെ ഒരു പൈസയും കക്കില്ല എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ തോന്നിയാസം കാണിച്ച് മാസപ്പടി മേടിക്കുക, കൈയിട്ട് മാറുക, തോന്നിയാസം കാണിക്കുക, അധികാരത്തിന്റെ ഭാഗമായിട്ട് പിന്നെ മനുഷ്യനെ വെട്ടിക്കൊല്ലുക. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനും എന്റെ കൈകൊണ്ട് കൊല്ലപ്പെടില്ല എന്ന് തീരുമാനിക്കണോടാ. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ഏറ്റവും ബേസിക്കലായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യസ്നേഹമാണ്. ആ സാധനം പോലും നീയൊന്നും പുലർത്തിയിട്ടില്ല. പാർട്ടി വിട്ടുപോയതിന്റെ പേരിൽ ഓരോരുത്തരെ കൊല്ലുക. ആരൊക്കെ പാർട്ടിക്കാരെ നിങ്ങൾ കൊന്നു? BJP-ക്കാരെ കൊല്ലുന്നു. കതിരൂർ മാഷനെ ജയകൃഷ്ണ മാഷനെ കൊന്നു. അതിന്റെ കഥ വേറെ പറയാം. ടിജിയോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ടിജിക്ക് പ്രായാധിക്യത്തിന്റെ ഭാഗമായിട്ട് സോഡിയം ലെവൽ കുറവാണ്, പാർക്കിൻസൺസിലേക്ക് വല്ല പോകുന്നു എന്നുള്ളതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ആളുവാവാ. പക്ഷെ ഇപ്പൊ പറയുന്നത് മുഴുവൻ വിവരക്കേടാ. ഈ ദുരന്തത്തിനിടയിലും ജാതി മതമൊക്കെ തെരഞ്ഞു പോകുന്നൊരു മാനസികാവസ്ഥയിലേക്ക് അത് കൂടെ ഇരിക്കുന്ന ഒരുത്തൻ. ഞാനിപ്പോ ചാനലിലൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ചാനലിന്റെ ഉടമ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. ഞാനിട്ട പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങളെ നമ്മുടെ ഒരു സൈക്കിക് ഡിസോർഡറിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് അവരെ നോവിക്കണ്ട, അവരുടെ അരിവാങ്ങലിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എഴുതിയിട്ട് ഗോവിന്ദൻകുട്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല. എനിക്ക് അവനോട് എന്താ ഞാൻ പറയുക? അതിന്റെ പ്രശ്നമുണ്ട്. അവൻ ഭയങ്കര ടാലന്റഡാണ്. അടൂർ ഗോവിന്ദൻകുട്ടി വളരെ 10-20 വയസ്സിൽ ജേർണലിസം കഴിഞ്ഞ് 22 വയസ്സിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ സ്റ്റുഡൻസ് ഓൺലി എന്ന് പറഞ്ഞ ക്യാമ്പസ് ഷോസ് സംഘടിപ്പിക്കുകയും മലയാള സിനിമയിൽ അഭിനയിക്കുകയും ഇപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. മിടുക്കനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അവനെ.
എന്നോട് ഇന്നും വരെ ബഹുമാനപ്പെട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. രാജൻ ജി എന്നല്ലാതെ എന്നെ വിളിച്ചിട്ടുമില്ല. എനിക്ക് അവനെ ഇഷ്ടമാണ്. ജിക്ക് ഞാൻ വിളിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് എനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ കരുതി പറഞ്ഞു പോയാലും ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് പ്രൈവറ്റ് ആക്കിയിട്ടല്ല. ഞാൻ പറയാൻ വരുന്നത് UK-യിൽ നിന്നുള്ള കാര്യങ്ങൾക്കകത്ത് ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് ഓഡിയോകൾ, ഒരുപാട് വീഡിയോകളൊക്കെ വരുന്നുണ്ട്, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടൊക്കെയുണ്ട്. ഈ ഭീഷണിപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. വളാ ഉല്ലെന്ന് പറയും, ഞാൻ നന്നാക്കി പറയും. പക്ഷെ അതേസമയം വളരെ പിന്നെ സൗഹാർദ്ദപൂർവ്വം അനീസ് കോട്ടയ്ക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് MSF-കാരനായിരുന്നു. പിന്നെ ഇടക്കാലത്ത് അവൻ കോട്ടയ്ക്കലുകാരനാണ്, മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലുകാരനാണ്. എന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ടാണ് എന്നെ വിളിച്ച് സംസാരിച്ചു. പിന്നീട് ആദ്യം മെസ്സേജ് വിട്ടു, പിന്നെ വിളിച്ച് സംസാരിച്ചു വിശദമായിട്ട്. ഞാൻ അങ്ങോട്ട് മിസ് കോൾ അടിച്ചപ്പോൾ പിന്നെ വിളിച്ചു. നിങ്ങൾ വിളിക്കുന്ന കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നല്ല ചെറുപ്പക്കാരൻ, നന്നായി ചിന്തിക്കുന്ന ഒരാൾ. അവന്റെ പക്ഷേ ഇതുവരെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേർഷനിലേക്കാണ് അവൻ പോകുന്നത്. പക്ഷേ അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. വേറെ കാര്യം, അനീസിന്റെ കാഴ്ചപ്പാടുകളിലോ ലോകരാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുണ്ട്, ചുറ്റുപാടുകളെ കാണുന്നുണ്ട്. വ്യാഖ്യാനത്തിനകത്ത് വ്യത്യാസമുണ്ട്, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞോളാം. പക്ഷെ അനീസ് ഇങ്ങനെ കാണുന്നുണ്ട്. അനീസിന് അനിയനോടെയാണ് ജോലി ചെയ്തത്. അനീസിന് അനിയൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനോട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അനീസ് അവിടെ പിന്നെ എഞ്ചിനീയറാണ്, UK-യിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വദേശിയാണ്. MSF-കാരനായിരുന്നു. പിന്നീട് കോൺഗ്രസ് പാർട്ടി പോയി. ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗിൽ പിന്നെ അംഗമാണെന്ന് പറഞ്ഞു. അവന്റെ പിന്നെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. എന്നിട്ട് ഇടയ്ക്കുള്ള അഭിപ്രായം ഞാൻ പറയും. അത് വേറെ കാര്യം, അത് എന്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും. പക്ഷെ സർഗാത്മകമായിട്ടുള്ള ഇത്തരം പിന്നെ സംവാദങ്ങൾ നടക്കണം. മനുഷ്യൻ തമ്മിൽ സംസാരിക്കണം. മനുഷ്യർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും. എന്നോട് നിങ്ങളാണെങ്കിലും രാജൻ ജോസഫ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ കമന്റിലൂടെ മര്യാദയുള്ള ഭാഷയിലൂടെ പറയാൻ നിങ്ങളെല്ലാം ഉപയോഗിക്കണം. നിങ്ങളുടെ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം. എനിക്ക് നിങ്ങളോടുള്ള എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കണം. ഉടനെ കത്തിയെടുക്കുക, കൊല്ലുക, കുത്തുക, മറ്റേത് മറിച്ചത്, പിന്നെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുക, തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും തെറി പറയുന്നത്. എനിക്ക് തെറി നന്നായിട്ട് പറയാൻ അറിയടാ, ഏതവനാണെങ്കിലും. ഓക്കെ, നിങ്ങള് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുറെ സത്യങ്ങളും അതിന്റെ കൂടെ കുറെ അർദ്ധസത്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എന്റെ വ്യക്തി ഈ സത്യങ്ങൾ, അസത്യങ്ങൾ, അർദ്ധസത്യങ്ങൾ നല്ല മനോഹരമായിട്ടുള്ള പ്രയോഗമാണ്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നൊരു ഇതാണ്. നിങ്ങളെന്നേ പറയുള്ളൂ, നിങ്ങൾ എന്ന് പറയില്ല. മലപ്പുറത്തെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. പറഞ്ഞോട്ടെ ബാക്കി. അഭിപ്രായട്ടാ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെയുള്ള ഇതാണെന്നുള്ളൊരു ചിത്രീകരണം അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അതൊരിക്കലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ളതല്ല. ഇതിന് കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അത് ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചൊന്നല്ല. ഒന്നാമത്തെ കാരണം മെയിനായിട്ട് ഇപ്പോ ലേബർ പാർട്ടി ഇപ്പൊ അധികാരത്തിൽ കയറി. ലേബർ പാർട്ടി അധികാരത്തിൽ കയറാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് വോട്ട് ചെയ്യുന്ന നല്ലൊരു പെർസെന്റേജ് ആളുകളും പിന്നെ കുടിയേറ്റക്കാരാണ്. എന്നാൽ കുടിയേറ്റക്കാരിൽ 90% വോട്ടില് ലേബർ പാർട്ടിക്കാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഇലക്ഷനില് പിന്നെ ഈ ഫാർ റൈറ്റ് വിങ്, ഈ കുടില ദേശീയത, അതിദേശീയ, അതായത് ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ബംഗാളിലെ മമതാ ബാനർജിന്റെ മാതിരിയാണെന്ന്. സ്വന്തം നാട് അപകടത്തിലാക്കിയാലും ആയാലും വേണ്ടില്ല, ഇവരെ പ്രീണന നയം സ്വീകരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഷമീർ സാനു എണീറ്റ് പോടാ അമ്മായി. അയാൾ പറഞ്ഞത് മൊത്തം എനിക്ക് ഇവിടെ പിന്നെ കുടുംബമായിട്ടോ മക്കളുടെ അടുത്തൊക്കെ ഇരുന്നിട്ട് വീഡിയോ കാണുന്നവരോട് പറയാൻ പറ്റില്ല. പിന്നെ എടാ മദ്രസയിൽ മാത്രമല്ല, ഇടയ്ക്കൊക്കെ സ്കൂളിലും കൂടി പോട്ടോ. എന്നാൽ പിന്നെ തെറി മാത്രമല്ല നല്ല വാക്കുകളും പഠിക്കും. മുസ്ലിം സഹോദരന്മാർ ക്ഷമിക്കണം. കാരണം ഇവന്മാരെ പോലുള്ള ആൾക്കാർ പറയുമ്പോൾ പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കുമോ? അതുമല്ല, ഫേക്ക് പ്രൊഫൈലല്ല, ഒറിജിനൽ പ്രൊഫൈലാ. ഓളാ അവിടുന്ന് ഇജ്ജ് അമ്മയിനോട് പോയി പറയും എന്ന് ഞാൻ പറയാതിരിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ബന്ധമുള്ള, എനിക്ക് ആത്മബന്ധമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്റെ നിർണായക ഘട്ടങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഇതിനകത്തുള്ളതുകൊണ്ടാ. അല്ലാതെ അണ്ണ കണ്ടുപിടിച്ചിട്ടൊന്നുമല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. ചരക്കല്ലേ ആളികത്തിച്ചുകൊണ്ട് മറ്റേ നൈജിൽ ഫരാദിന്റെ ഇതില് മത്സരിച്ചു. അവര് 4 സീറ്റിൽ ജയിക്കുകയും ചെയ്തു. അപ്പൊ എന്താ വെച്ചാല് ഓർക്ക് ഇതൊന്നും എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പൊ നമ്മളെ നാട്ടില് ഈ RSSും BJP എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇപ്പൊ ബോംബെ കലാപം ഉണ്ടാക്കി, അതേപോലെ ഗുജറാത്ത് കലാപമൊക്കെ ഉണ്ടാക്കി, ഇത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇതിന് ഒരു ശത്രുസ്ഥാനത്ത് നിർത്താൻ ഒരാള് വേണം. അതിന് കണ്ടെത്തിയൊരു മാർഗമാണ് ഈ കുടിയേറ്റക്കാര്. അപ്പൊ കുടിയേറ്റക്കാരിൽ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പം, കളറോട് തിരിച്ചറിയണക്കാട്ടും കൂടുതൽ തിരിച്ചറിയാൻ എളുപ്പം
ഗുജറാത്ത് കലാപത്തെക്കുറിച്ചൊക്കെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. പക്ഷേ പിന്നെ പ്രിയപ്പെട്ട അനിയൻ അനീസിന്റെ ഈ സ്പേസിൽ ഞാൻ കയറി ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പിന്നീട് സംസാരിക്കാം. കാരണം അനീസ് 100% സെക്കുലറാണെന്നുള്ളത് സംസാരത്തിനിടയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഫോണിൽ കൂടി വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതൊന്നും ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. ഏകദേശം ഒരുപാട് സമയം സംസാരിച്ചു. അത് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനിപ്പോൾ ഇവിടെ കൗണ്ടർ ചെയ്യുന്നില്ല. ഞാൻ അനീസിനോടുള്ള ഒരു റെസ്പെക്റ്റും ഉണ്ട്, കൗണ്ടർ ചെയ്യുന്നില്ല. അതൊരു മര്യാദകളാണ്. അതുകൊണ്ട് എന്താണ് കുറച്ച് പള്ളി ഇതും കൂടി കൂട്ടുമ്പോ ഒന്നും കൂടി ഒരു ഇത് കിട്ടുമല്ലോ, ഒരു മൈലേജ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണത്. ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു മതവിദ്വേഷമായിട്ടോ ഇതൊന്നല്ല. ഈ അതിദേശീയത പറയുന്ന ഈ ആൾക്കാർ തന്നെ അധികം ആൾക്കാരും ഇതാണ്, പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നല്ല. അവരിൽ കൂടുതലുള്ളത് അത്തീസ്റ്റാണ്. ഇത് കറക്റ്റാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പിന്നെ അങ്ങനെ പള്ളിയിൽ പോവുകയും, ഞാൻ പറഞ്ഞല്ലോ, പ്രാക്ടീസിങ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ, കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിയ. പക്ഷേ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് അല്ല. പള്ളി പോകാറില്ല, കുമ്പസരിക്കാറില്ല, കുർബാന ഉള്ളാറില്ല, ഒന്നിനും പാടില്ല. ഞായറാഴ്ച പള്ളിയിലല്ല, ഒരു പബ്ബിൽ പോയിരിക്കുക, അല്ലെങ്കിൽ ഒരു വേറെ പള്ളിയിൽ ഏതെങ്കിലും ബൈക്ക് പോകുക, അല്ലെങ്കിൽ ഓരോ മിറ്റത്തും വല്ല ചെടിയും കുഴിച്ചിടും, അല്ലെങ്കിൽ പാട്ട് കേട്ട് ഉത്തരിക്കും. ഇതാണ് ഓരോ രീതി. പക്ഷെ ഓരോ ഇപ്പോൾ പള്ളിയിൽ പിന്നെ കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ, പള്ളികളിൽ 10% ആൾക്കാർ വരെ വന്നിരുന്ന പള്ളികളിൽ ഇപ്പോൾ 80% ആൾക്കാർ വരാൻ തുടങ്ങി തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് അപകടം. തുടങ്ങി വെക്കുന്നു, കൊയ്യുന്നത് മറ്റു പറയാൻ പറഞ്ഞല്ലോ. അവർ ഹാർവസ്റ്റിംഗ് ആയിട്ട് മാറ്റുകയാണ് ഇതിനെ. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിന്റെ, ഇവിടുത്തെ പിന്നെ സുഡാപ്പികളെ മാതിരിയുള്ള. എന്തായിരുന്നാലും പ്രിയ സഹോദരൻ അനീസ് മുസ്ലിം ലീഗാണ്, കോൺഗ്രസ്സാണ്. കോൺഗ്രസിലുണ്ടായിരുന്ന നേതാവാണ് ആര്യാട മുഹമ്മദ്, തലേക്കുന്നും ബഷീർ. ഇപ്പോഴുള്ള ആളാണ് ഷാഫി, സിദ്ദീഖ്. ഇവരാരും വർഗീയവാദികളാണെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കൂലല്ലോ. ഷാഫിയൊക്കെ ഷാഫിക്കൊക്കെ ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം ഇങ്ങനെ കൂടുമ്പോൾ എന്റെ രോമങ്ങൾ നീച്ചിക്കുന്നു. എനിക്ക് അത്രയും സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം അവിടെ വർഗീയവാദം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റില്ല, കമ്മികൾ. കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ പറയില്ല. ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ മാനസികമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആൾക്കാരെ സഖാവെന്ന് വിളിക്കുക. പക്ഷേ ഈ കമ്മികളെ ഞാൻ എന്ത് വിളിക്കുന്ന അറിയോ? ചകാവേന്ന് വിളിക്കും, ചകാവേന്ന്. മറ്റുള്ള സഖാവെന്ന് വിളിക്കും, കോമ്രേഡ് സഖാവേന്ന്. അങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ സംസാരിക്കുന്ന അങ്ങനെയാണ് പല ആൾക്കാരുമായിട്ടും. അപ്പൊ അത് പിന്നെ ഇവര് ആ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ നിലനിർത്തുന്ന ആൾക്കാരാണ്. ബാക്കി കൂടി കേൾക്കാം. അല്ലാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നും കൂടുതലില്ല. പിന്നെ അതേപോലെ തന്നെ ഇവര് ഉദ്ദേശിക്കുന്ന ഈ 4 സീറ്റുള്ളത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള. ഇപ്പൊ നമ്മളെ ബോംബെയിൽ മുമ്പ് മറാത്തേവാദം ഉന്നയിച്ചുകൊണ്ട് ബാൽട്ടാക്കാർ മുന്നോട്ട് വന്നില്ലേ. ബാൽട്ടാക്കാരൊക്കെയുള്ള പ്രശ്നം പിന്നെ ഹിന്ദു മുസ്ലിം എന്നുള്ളതായി മാത്രമായിരുന്നു. അത് അവര് രാഷ്ട്രീയ അജണ്ട അതായിരുന്നു. അതേപോലെയുള്ള ഈ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ അതേപോലെ പിന്നെ സമരം ചെയ്യുമ്പോൾ അങ്ങനെ ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ബാൽതാക്കറെ പിന്നെ മറാഠിവാദം കൊണ്ടുവന്നു. ഒരു കാലത്ത് തമിഴ്നാട്ടിലെ തമിഴന്മാരെ പിന്നോട്ടടുപ്പിച്ചത് ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമാണ്. ഹിന്ദി അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാം. പക്ഷെ ഹിന്ദി പഠിക്കുകയില്ല എന്നുള്ളത് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഗൾഫിലൊക്കെ ലേബർ ജോലിക്ക് പോകണമെങ്കിൽ, കൂലിപ്പണിക്കാരനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ ശമ്പളം കിട്ടുള്ളൂ. 2500 3000 റിയാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ 4000 റിയാൽ, മാക്സിമം പോയാൽ 5000 റിയാലിന് താഴെ കിട്ടുള്ളൂ. ഈ ചെറിയ പണിക്ക് പോയി കഴിഞ്ഞാൽ 5000 റിയാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 1 ലക്ഷം റുപ്യ ഒരു മാസം. ആ പണിക്ക് പോകാൻ പോലും ഒരു തമിഴിന് യോഗ്യനല്ലാത്ത അവസരത്തിൽ ഉത്തരേന്ത്യക്കാരൻ പോയി. അവന് ഹിന്ദി അറിയാം. അവിടെ അറബികൾക്കെല്ലാം ഹിന്ദി അറിയാം. ഇവരെ സൂപ്പർവൈസേഴ്സിനെല്ലാം ഹിന്ദി അറിയാം. നമ്മളൊക്കെ ചെയ്ത പോലുള്ള കമ്പനികളിലാണെങ്കിൽ പോലും അവിടെ ലേബേഴ്സിനെ എടുക്കുമ്പോൾ പിന്നെ മൊത്തം ഈ നാട്ടുകാരെ എടുക്കുന്നത്, പിന്നെ ഫിലിപ്പീൻസിനെയും ഇവരൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ സംഭവം ഇല്ലാണ്ടായി പോയി. നമ്മൾ ഒരു സ്ഥാനത്തുള്ള ആകെ ഐറ്റം പ്രഖ്യാപിക്കുക, മറാത്തവാദം കൊണ്ടുവന്നിട്ട് അവിടെ ഈ ബാൽതാക്കറയുടെ പരിപാടി എന്തായിരുന്നു? സിനിമക്കാരടുന്ന് പിന്നെ ബോളിവുഡിനെ മുഴുവൻ ഞെട്ടിച്ച് പൈസ പഠിക്കുക. ബാൽതാക്കറയും ദാവൂദ് ഇബ്രാഹിമും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. ഒരു വശത്ത് ബാൽതാക്കറെ ഭരിക്കും, അത് കഴിഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം ഭരിക്കും. ഡി കമ്പനി, ദാവൂദ് ഇബ്രാഹിമിന്റെ ടീം. ബാൽതാക്കറയുടെ പിന്നെ ഇപ്പം ബാൽതാക്കറയുടെ മകൻ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറയുടെ സഹോദരൻ ചത്തുപോയി. അവനും ദാവൂദ് ഇബ്രാഹിമും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നു. അവനെ കൊന്നുകളയുന്നു ദാവൂദ് ഇബ്രാഹിം. അതിനുശേഷമാണ് ബാൽതാക്കറയ്ക്ക് തലയിൽ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാവുന്നത്. അതുവരെയുള്ള കൂട്ടുകച്ചവടം അവസാനിപ്പിക്കുന്ന അവിടുന്നാണ്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും അവിടുന്ന് പുറത്താക്കണം, ആക്രമിക്കണം എന്ന് പറഞ്ഞിട്ട് മറാത്തവാദം കൊണ്ടുവന്ന റോഡരികിൽ കടന്നുറങ്ങുന്ന പാവപ്പെട്ട ഭിക്ഷയാചിച്ച് പിന്നെ ഹരിതാറിലേക്കും മറ്റുള്ള
കാശിയിലേക്കൊക്കെ പോകുന്ന സ്വാമിമാരെ വരെ വടിയടിച്ച് ക്രൂരമായി തല്ലി ആക്രമിച്ച ചരിത്രമുള്ള ഒരാളാണ് ഈ താക്കറെ. കാർട്ടൂണിസ്റ്റ് ആയിരുന്നു, ഒക്കെയായിരുന്നു. പക്ഷെ വർഗീയത അങ്ങേറ്റം കത്തിച്ച ആ താക്കറെയാണ് ഇന്നിപ്പോ രാഹുൽ ഗാന്ധിയുടെ, ആ താക്കറയുടെ പുത്രൻ, ആ പ്രത്യയശാസ്ത്രമാണെന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതും കൂടെ ആലോചിക്കാം. അതേപോലെയുള്ള ഇതിനെ വംശീയതയെ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തുന്ന ലീ ആൻഡേഴ്സൺ ഈ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാജിവെച്ച് പോകേണ്ടി വരികയും, കാരണം അത് കൺസർവേറ്റീവ് പാർട്ടിക്ക് പറ്റിയ നഷ്ടമാണ്. ഇപ്പൊ ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടുപോയ പോലെയാ, കപിൽ സിബൽ കോൺഗ്രസ് വിട്ടുപോയ പോലെയാ. അത് രാഹുൽ ഗാന്ധിയുടെയും അത് കെ സി വേണുഗോപാലിന്റെ പിന്നെ വർത്തമാനം കേട്ടിട്ട് രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അവർ സ്വയം വിട്ടുപോയി, രാജിവെച്ച് പോയി. കപിൽ സിബൽ എസ് പിയിലേക്ക് പോയി. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയിലാണ്, അഖിലേഷ് യാദവിന്റെ പാർട്ടിയുടെ രാജ്യസഭാംഗമാണ്. അതേസമയം ഗുലാം നബി ആസാദ് വിട്ടുപോയത് കാശ്മീരിലൊക്കെ ഇവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് മുസ്ലിം ഫേസ് ആയിരുന്നു. അഹമ്മദ് പട്ടേലും മരിച്ചുപോയി, ഗുലാം നബി ആസാദും ഒക്കെ. കേരളത്തിനകത്ത് ആര്യാടൻ മുഹമ്മദ്, തലേക്കുന്നിൽ ബഷീർ, ആ ക്വാളിറ്റിയുടെ 7 അയലോക്കത്ത് വരുമോ? പി ഡി സതീശൻ അവന്റെ ബിരാമിയായിട്ട് കൊണ്ടു കിടക്കുന്ന ഈ ആലുവ MLA അൻവർ സാദത്തോ, അല്ലെങ്കിൽ ഈ ടി സിദ്ദിഖ് എന്ന് പറയുന്ന ഊളയോ, അല്ലെങ്കിൽ BR ഷപ്പീർ എന്ന് പറയുന്ന എന്താ തലയ്ക്ക് വെളിവില്ലാത്ത തിരുവനന്തപുരത്തെ നേതാവോ? മുസ്ലിം ലീഗിൽ പോണ നേതാക്കന്മാരുണ്ട്, കഴിവുള്ളവർ, ടാലന്റഡ് ആയിട്ടുള്ള, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള നേതാക്കന്മാർ, മുസ്ലിം നേതാക്കന്മാർ മുസ്ലിം ലീഗിലുള്ളത്. കോൺഗ്രസിൽ ഇപ്പോ ഷാഫി മാത്രമേ ഉള്ളൂ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആകെ ചാണ്ടിയുമ്മലുണ്ട്, അങ്ങനെ 1-2 ഉണ്ട്. അല്ലാതെ വേറെ ആരാള്? കോൺഗ്രസിലെ ടാലന്റ് ഉള്ള നേതാക്കന്മാർ ഏത് കമ്മ്യൂണിറ്റിയാണെങ്കിലും ആരാളെ? ആരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുക കേരളത്തിലൊക്കെ. ഭയങ്കര ദയനീയമാണ് അവസ്ഥ, സങ്കടം തോന്നും. ഇതൊക്കെ നിലനിൽക്കേണ്ട ആവശ്യമാണ്. CPMന്റെ അതേ രീതിയിലുള്ള ബൗദ്ധികമായ വിവരമില്ലായ്മയുടെ വിവരമുള്ള ആൾക്കാരുടെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക അവര്. ബാക്കി കൂടി പറയട്ടെ അദ്ദേഹം. അപ്പൊ ഏതെങ്കിലും തരത്തില് ഈ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു റോട്ടിൽ ആണ് കേന്ദ്രീകരിക്കുക. അപ്പൊ 4 ഭാഗം പോലീസ് ക്ലോസ് ചെയ്തിട്ട് അതിനകത്ത് ഒതുങ്ങിയിട്ട് അതിനകത്തുള്ള കാട്ടിക്കൂട്ടലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട ഞാൻ അവനോട് ചോദിച്ചിട്ടോ ഈ മെസ്സേജ് വിട്ടേ. കാരണം എനിക്ക് പല പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരും ബാക്കിയുള്ളവരൊക്കെ എനിക്ക് വോയിസ് മെസ്സേജ് ഒക്കെ വിടുന്നതാണ്. ഞാൻ വിത്തൗട്ട് ദയർ പെർമിഷൻ ഐ വിൽ നെവർ ടച്ച് ഇറ്റ്. ഭീഷണിപ്പുറത്ത് മാത്രമേ ഇടാറുള്ളൂ. അവനോട് ചോദിച്ചിട്ടാണ് ഇട്ടത്. പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ ഞാൻ വന്നവരായിട്ട് ഞാനൊന്ന് അങ്ങനെ കിട്ടണം നിർബന്ധമാണെങ്കിൽ ഞാനത് ഇതേ വിഷയം തന്നെ ഞാനൊന്നും കൂടി കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് ഒരു വേറെ രീതിയിലുള്ള ലാംഗ്വേജ് ആവും, അങ്ങനെ വേണ്ട. ഇജ് എന്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാണ്, ഞാൻ സംസാരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാണ്. മാതൃഭാഷയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിനോട് പത്രക്കാർ ചോദിച്ചു, അന്ന് മുട്ടത്ത് വർക്കിയുടെയൊക്കെ ഈ അച്ചായന്മാരുടെ സാഹിത്യം കത്തിരിക്കുന്ന കാല, കോട്ടയത്തുള്ള അച്ചടി മലയാളത്തിൽ സംസാരിക്കുന്ന രീതിയിലേക്ക് മലയാള സാഹിത്യം അന്ന് അവിടെ മാത്രമേ ഉള്ളൂ, അച്ചടി നഗരം എന്നാണല്ലോ അറിയപ്പെടുന്നത്, മംഗളം മനോരമ വീക്കിലികളുടെ കാല. അപ്പം ആ കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചപ്പം മാതൃഭാഷ എന്ന് പറഞ്ഞാൽ മാതാവ് സംസാരിക്കുന്ന ഭാഷയാണ്, ഞാൻ എന്റെ ഉമ്മ സംസാരിക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളപ്പുറം മദർ ടങ്ങിൽ വലിയ ഡെഫിനേഷൻ ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അവന്റെ ആ കൊളോക്കിയൽ ലാംഗ്വേജ് ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ കൊടുക്കുന്നതിന് വിരോധം ഉണ്ടെങ്കിൽ കൊടുക്കുന്നില്ല, പക്ഷെ വേറെ സാധനം അയച്ചു തരുന്നതിനേക്കാൾ നല്ലത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ഭാഷയിൽ, അച്ചടി ഭാഷയിൽ താങ്കൾ, അങ്ങ്, നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാതെ, അല്ലാതെ ഞാൻ വിചാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതിന് സുഖമുണ്ട്, കേൾക്കാൻ സുഖമുണ്ട്. അത് കൊല്ലം ഭാഷയാണെങ്കിലും തിരുവനന്തപുരം ഭാഷയാണെങ്കിലും തൃശ്ശൂരത്തെ എന്നിട്ടട ഗടി എന്ന് ചോദിക്കുന്നത് കേൾക്കാൻ സുഖമുണ്ട്. ഈ 6-ാം തമ്പുരാൻ സിനിമയ്ക്കകത്തൊക്കെ വള്ളുവനാടൻ ഭാഷയാണ് മഞ്ജു വാര്യരും മോഹൻലാലും യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയ ആളാരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. സംഭവങ്ങൾ ഈ പൂണ് വയ്ക്കേണ്ടാണ് വേറെ, അത് ഞാൻ പിന്നെ ഇല്ല അറിയില്ല. പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഈ പോലീസ് സംവിധാനം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കില്ല. കാരണം അത് പോലീസിന് ഒരു സ്വതന്ത്ര ചുമതലയും സ്വതന്ത്രാധികാരവും ഉണ്ട്. ഇപ്പൊ മുമ്പേ ഇവിടെ നമ്മളെ ഈ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്നുള്ള റാലി എടുത്തപ്പോ സെക്രട്ടറി സുവല്ല പ്രാവമ്മൻ പറഞ്ഞു, MET ചീഫിനോട് പറഞ്ഞ് അത് നടത്താൻ അനുവദിക്കരുത്. അപ്പൊ MET ചീഫ് അതിനുള്ള റീപ്ലോട്ട് വെച്ചാല് അത് അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണെങ്കിൽ അത് എങ്ങനെ നേരിടാന്ന് MET ചീഫിനെ അറിയാമെന്നാണ്. അത് നമ്മളെ നാട്ടിലൊന്നും ഒരിക്കലും ഒരു പോലീസ് മേധാവി പറയാത്ത പോലുള്ള ആൻസറാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇവിടെ വളരെ എന്താ വെച്ച് കഴിഞ്ഞാല് പോലീസാണെങ്കിൽ പോലീസ് കറക്റ്റാണ്. അവര് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ഏതെങ്കിലും തീരുമാനത്തിനനുസരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഒരു ഒരിക്കലും പൊളിറ്റിക്കൽ
ആയിട്ട് ഇടപെടാൻ കഴിയില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ആ ഭാഗം അവർ ക്ലിയർ ആക്കുന്നുണ്ട്. പിന്നെ പ്രൊട്ടസ്റ്റ് നടക്കുന്നതിന്റെ കാരണം ഇത് ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമാണ്. പിന്നെ ഇത് ഇപ്പൊ ഇന്നലെ പ്രൊട്ടസ്റ്റ് 8 മണിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. 8 മണിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ഏകദേശം ഒരു 6-7 മണിയായപ്പോഴേക്ക് ഈ എല്ലാ സ്ഥലങ്ങളിലും പിന്നെ പ്രൊട്ടസ്റ്റ് നടത്താൻ വരുന്ന ആളുകളെ 10 ഇരട്ടി ബ്രിട്ടീഷുകാരായ ആളുകളെ വന്ന് ഈ പ്രൊട്ടസ്റ്റ് നടത്താൻ വന്നു കഴിഞ്ഞാൽ ഓരോ തല്ലുപിടിക്കുന്നതാണ് കണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സേഫ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ സേഫാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ അത്ര സേഫ് അല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാൽ ചില ഏരിയകളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ താമസിക്കുന്നത് പിന്നെ ലണ്ടൻ ടൗണിൽ. ക്ഷമിക്കണം, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. സുഹൃത്തുക്കളെ ഒന്ന് ക്ഷമിക്കണം, അതിന് ബാക്കി കൂടി കേൾപ്പിക്കാം. നഗരത്തിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ അത്ര പ്രശ്നങ്ങളില്ല. പിന്നെ അതേപോലെ തന്നെ പിന്നെ നിങ്ങളെ വീഡിയോയിൽ എന്താ പറഞ്ഞു, പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ നാട്ടില് ഈ സംഘപരിവാർ മാധ്യമങ്ങളും ഈ അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഈ വാർത്തയെ ഒരു മുസ്ലിം മതവിഭാഗത്തിന്റെ ആൾക്കാർ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൂടുതൽ ബഹളങ്ങൾ ഉണ്ടാക്കണം. ആ ഒച്ചയും വാളൊക്കെ ഈ ഒച്ചപ്പാടും വാളൊക്കെ ഉണ്ടാക്കണം എന്താന്നുള്ളത് ആലോചിച്ചു കഴിഞ്ഞാല് അത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ കൂടുതൽ ഇസ്ലാമോഫോബിക് ഉണ്ടാക്കുക, അതിലൂടെ ലാഭം നേടാന്നുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഘപരിവാർ അജണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ലണ്ടനിലല്ലേ, എന്നാ അതിന്റെ ഗുണം കുറച്ച് നമുക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഉള്ള അജണ്ടയാണെന്നാണ് എന്റെ നിരീക്ഷണം. അത് ശരിയാവാൻ തെറ്റാവാം, അത് നിങ്ങൾക്ക് വിടണേ. കാരണം നിങ്ങളെ വ്യൂ പോയിന്റ് അതേമാതിരി ആവണമെന്നില്ലല്ലോ. ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അത്തരം സംഘപരിവാർ അജണ്ടകളിൽ നിങ്ങൾ ചെന്ന് പെട്ടോ എന്നുള്ളതാണ് എന്റെ സംശയം. എന്തായാലും പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? ശരി. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വോട്ട് ചെയ്യാൻ നമ്മളെ നാട്ടിലൊക്കെ വോട്ട് ചെയ്യാൻ ഈ നമ്മളെ നാട്ടിൽ പൗരന്മാർക്ക് മാത്രമല്ല അവകാശമുള്ളൂ. ഇവിടെ അങ്ങനെയൊന്നല്ല. ഇവിടെ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലറ്റ് പേപ്പർ അയച്ചിട്ട് നമുക്ക് പോയി വോട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവിടെ പൗരന്മാരല്ലാത്ത 10,000-കണക്കിന് പിന്നെ ഈ കുടിയേറ്റക്കാര് വോട്ട് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, പിന്നെ അനീസിനെ കുറ്റപ്പെടുത്തുന്നില്ല. അനീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അനീസ്, കാരണം കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അനീസിന്റെ ഒരു ധാരണയ്ക്കനുസരിച്ച് കാര്യങ്ങൾ പറയാൻ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് അനീസിന്. മലപ്പുറത്തുകാരനാണ്, കോട്ടയ്ക്കൽക്കാരനാണ്. അവൻ്റെ അനിയനും അവിടെയുണ്ട്, അവനവിടെ എഞ്ചിനീയറാണ്. പിന്നെ അനീസ് അനിയൻ പിന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ട് അവിടെ, പിന്നെ സ്റ്റുഡൻറ്റുമാണ്, സ്റ്റുഡൻറ്റ് വിസ വന്നിട്ടുള്ളത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യർ തമ്മിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയണമെന്നേ, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനാവണില്ലാന്നേ. ഇതൊരു ഭംഗിയായിട്ടാണ് അനീസ് കാര്യങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. അത് വേറെ കാര്യം. എന്നോട് വിയോജിപ്പ് അനീസിനുണ്ട്. നിങ്ങൾ സംഘവിവാറിന്റെ ആളായെന്നുള്ളത് വിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇസ്ലാമോഫോബിയ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അനീസ് കൊണ്ടതിനകത്ത് എനിക്ക് വിയോജിപ്പുണ്ട്. ഇസ്ലാമോഫോബിയ എന്നത് ഒരു രോഗമാണെങ്കിൽ ആ രോഗം പടർത്തുന്ന വൈറസുകൾ ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇസ്ലാമോഫോബിയേക്കാണ് ഒരു ഘട്ടത്തിൽ ഞാനും. ഒരറ്റം വരെ ഒരു പിന്നെ അതിര് വരെ ഞാനും അങ്ങനെയാ. അങ്ങനെ വിശ്വസിക്കാറില്ല കണ്ണടച്ച്. എനിക്ക് പരിചയമുള്ളവരല്ലാതെ, എനിക്ക് മുൻപരിചയമുള്ളവരല്ലാത്ത ആൾക്കാരെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അക്കമുട്ടിപ്പെട്ട ആൾക്കാരെ. കാരണം എന്ന് വെച്ചാൽ അത് ഇവൻ തീവ്രവാദിയാണോ അല്ലേ എന്നുള്ള കണ്ണിലൂടെ നമ്മൾ നോക്കേണ്ടി വരുന്നൊരു അത്തരം പിന്നെ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി, വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ. പക്ഷെ നമുക്ക് മുൻപരിചയമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് അവരെ നമ്മൾ ഇസ്ലാമായിട്ടുള്ള മനുഷ്യനായിട്ടാണ് കാണണേ. എത്രയോ ആൾക്കാർ ഏതോ നല്ല ഇസ്ലാം മത വിശ്വാസികൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. നോമ്പ് തുറക്കാൻ വിളിച്ചാൽ ഞാൻ പോകാത്തപ്പോൾ, അല്ലെങ്കിൽ പെരുന്നാൾ വിളിച്ചാൽ പോകാത്തപ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം ഞാൻ പോകാത്തതുകൊണ്ട്, ഞാൻ പ്രത്യേക മാനസികാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണം കൃത്യമായിട്ട് കൊണ്ടുവന്നിരുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. കൊച്ചിയിലായില്ല കേട്ടോ. ഇവിടേക്ക് ഈ ഫ്ലാറ്റിൽ എന്ത് വന്ന് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ഫ്ലാറ്റുകാരെ ലിഫ്റ്റിൽ കാണുമ്പോഴോ പുറത്തുനിന്ന് കാണുമ്പോഴോ ഒന്ന് വിഷ് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല. നമ്മളും വാതിലടച്ചിരിക്കും, ഒരു വാതിലടച്ചിരിക്കും. പറയുമ്പോൾ ഒരു ഫ്ലോറിൽ 9 ഫ്ലാറ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ ഇത് 3 ഫ്ലാറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ സിയിലാണ്. ബിയും സിയും എയും അപ്പുറത്തുണ്ട്. അതേപോലെ തന്നെ ഈ ജി വരെയുള്ള 9 ഫ്ലാറ്റുകൾ ഇങ്ങനെ ഉണ്ട്.
ABC, DEF, EFG. മൂന്ന് കോർണറിൽ ഓരോ മൂന്നെണ്ണം വെച്ചിട്ടുള്ളതാണ്. ഒരു ബന്ധവുമില്ല. അപ്പുറത്താരെയും മരിച്ചാൽ പോലും നമ്മളറിയില്ല. ഓരോ പിന്നെ പേരൊക്കെ എനിക്കിപ്പോഴും സത്യം പറഞ്ഞവരൊന്നും പേരറിയില്ല. പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പരിചയപ്പെട്ടില്ല. നാട്ടിൻപുറത്തുള്ള പോലെയല്ല. നാട്ടിൻപുറത്ത് നമ്മൾ ചായക്കടയിൽ പോയിട്ട് ഉള്ള ബന്ധം അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മനുഷ്യനിൽ നിന്ന് അകന്നു പോകുന്നൊരു കാലത്ത് നാട്ടിൻപുറത്തിന്റെ ഒരു ഗുണം എനിക്ക് ഇവനോട് സംസാരിച്ചപ്പോൾ കിട്ടിയിരുന്നു. നെറ്റിപ്പറ്റി പറയല്ല. ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം അനീസിനോട് ഉണ്ടാകുമ്പോഴും ആ അഭിപ്രായ വ്യത്യാസം അതേപടി ഷാർപ്പായിട്ടുള്ള പറയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ സംവദിക്കാൻ തയ്യാറായി വന്നു. ഉള്ളു തുറന്ന് സംസാരിച്ചു. കാപട്യങ്ങളില്ലാതെ സംസാരിച്ചു. അവന്റെ ധാരണകൾ അവൻ പറഞ്ഞു എന്നുള്ളതാണ്. അതിന് ഞാൻ എല്ലാ രീതിയിലും ഒരു ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. എല്ലാ രീതിയിലും ഇന്നത്തെ എന്റെ മനസ്സിനകത്ത് പിന്നെ അനീസും മുൻകൂട്ടി പരിചയമില്ല. എന്റെ വീഡിയോകളെല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓഡിയോ പിന്നെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു. പിന്നെ അനീസുമായിട്ട് സംസാരിച്ചു വാട്സപ്പിൽ. എന്തായിരുന്നാലും ഒരു മനുഷ്യനെ കൂടി പരിചയപ്പെട്ടു. മനുഷ്യനാകണം എന്ന് പറഞ്ഞിട്ട് മറ്റേ പിന്നെ കവിത വലിയിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യനാവണം. ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവനാണെങ്കിലും. അത് അനീസിന്റെ അഭിപ്രായങ്ങളോടെല്ലാം സ്നേഹപൂർവ്വം വിയോജിച്ചുകൊണ്ട്, പല അഭിപ്രായങ്ങളോടും വിയോജിച്ചുകൊണ്ട്, എന്നാൽ അനീസ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഒരു ചിന്ത ഈ പറഞ്ഞല്ലോ, അവരുടെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു കാരണത്തിന് വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അതിനകത്തുള്ള വിഷയം ഇല്ലീഗൽ ഇമിഗ്രേഷനെതിരായിട്ട് അവരുടെ പിന്നെ സാമ്പത്തിക ശേഷിയും അവരുടെ കാര്യങ്ങളും ഒക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരിവിടെ ചേർത്തു പോകുന്നു എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള റൈറ്റ് വിങ്ങിന്റെ ഒരു അറ്റാക്കാണ്. ലെഫ്റ്റ് പൊളിറ്റിക്സ് ഇല്ലാതാകുന്നതിന്റെ ഭാഗമാണ്. ഇപ്പൊ CPM പോലും ലെഫ്റ്റ് പൊളിറ്റിക്സ് ഇല്ല, റൈറ്റ് ആണ്. ഇവർ പത്മശ്രീ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരാണല്ലോ പത്മശ്രീ മേടിച്ചു കൊടുത്തത്. ഇപ്പൊ ഈ പല ആൾക്കാർക്കും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റോറി ചെയ്തില്ലേ, പത്മശ്രീ സുന്ദർ മേനോന് പത്മശ്രീ മേടിച്ചു കൊടുത്തത് ഇവരാ. തട്ടിപ്പ് കേസിൽ ഇപ്പൊ ജയിലിൽ കിടക്കുക. ആലോചിച്ച് നോക്കണം. പത്മശ്രീക്ക് വേണ്ടി ശുപാർശ ചെയ്ത് ഇവര് പിന്നെ CPM ഭരണ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ മുതലാളിമാർക്ക് വേണ്ടിട്ടാ. ഞാൻ പറയട്ടോ, ഇവിടെ പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ പിന്നെ കണ്ടൽക്കാട് സംരക്ഷിക്കുന്നവനും കായലിലെ പിന്നെ മാലിന്യം നീക്കുന്നവനും നഞ്ചിയമ്മയ്ക്കും ഒക്കെ കിട്ടാൻ തുടങ്ങിയത് ഏത് കാലത്താ? അവിടെ എനിക്ക് സംഘപരിവാർ എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രങ്ങളോട് പരിപൂർണമായിട്ടുള്ള യോജിപ്പൊന്നും എനിക്കില്ല. പക്ഷെ കേന്ദ്ര ഗവൺമെന്റിനെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അഴിമതി ഇല്ലാതെ 11ാം വർഷത്തിലേക്ക് ഒരു സർക്കാരിന് പോകാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. മറ്റേത് 2G സ്പെക്ട്രം, മറ്റേ അഴിമതി, മറിച്ച അഴിമതി, ടെലികോം അഴിമതി എന്നൊക്കെ പണ്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ വ്യത്യാസമുണ്ട്. എന്തായിരുന്നാലും ലോകത്ത് മനുഷ്യനെ തൊലിയുരിക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള കടുത്ത വിയോജിപ്പ് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പ്രിയ സഹോദരൻ അനീസിന്റെ വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അനീസിനോട് 100% യോജിപ്പുണ്ടായിട്ടല്ല. പക്ഷെ അനീസ് അങ്ങനെ പറയാൻ കാണിച്ചിട്ടുള്ള വിശാലമായ മനസ്ഥിതിയെ, ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളെ, അതിനെ അംഗീകരിക്കുന്നു, അതിനെ പിന്നെ അഭിനന്ദിക്കുന്നു, അതിനെ ചേർത്ത് പിടിക്കുന്നു. നമുക്കിനിയും സംവദിക്കാം. അനീസുമായിട്ടാണെങ്കിലും നമുക്കെല്ലാവർക്കും